പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. ജെയിൻ ഓസ്റ്റൻ എഴുതിയ പ്രശസ്തമായ നോവലാണ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ്. നോവലിലേക്ക് പോകുന്നതിന് മുൻപ് കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. മിസ്റ്റർ ബെനറ്റ്. ലോങ് ബോൺ എസ്റ്റേറ്റിൻ്റെ കുടുംബനാഥനാണ് മിസ്റ്റർ ബെനറ്റ്. ബെനറ്റിൻ്റെ ഭാര്യ മിസ്സസ് ബെനറ്റ്, മിസ് ജെയിൻ ബെനറ്റ്. വളരെ സുന്ദരിയായ ബെനറ്റിൻ്റെ മൂത്ത മകളാണ് ജെയിൻ. ബെനറ്റിൻ്റെ രണ്ടാമത്തെ മകളാണ് മിസ് എലിസബത്ത് ബെനറ്റ്. എലിസബത്താണ് നോവലിലെ കഥാനായിക. മിസ് മേരി ബെനറ്റ്. പിയാനോ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ബെനറ്റിൻ്റെ മൂന്നാമത്തെ മകൾ. മിസ് കാതറിൻ ബെനറ്റ്. കിറ്റി എന്ന വിളിപ്പേരുള്ള ബെനറ്റിൻ്റെ നാലാമത്തെ മകൾ. മിസ് ലിഡിയ ബെനറ്റ്. 15 വയസ്സുള്ള ബെനറ്റിൻ്റെ ഏറ്റവും ഇളയ മകളാണ് ലിഡിയ. മിസ്റ്റർ ചാൾസ് ബിംഗ്ലി. ധനികനും മാന്യനുമായ ഒരു ചെറുപ്പക്കാരൻ. മിസ് കാരോലിൻ ബിംഗ്ലി. മിസ്റ്റർ ബിംഗ്ലിയുടെ പൊങ്ങച്ചക്കാരിയായ സഹോദരി. മിസ്സിസ് ലൂയിസ ബിംഗ്ലി ഹേസ്റ്റ്. ബിംഗ്ലിയുടെ വിവാഹിതയായ സഹോദരി. മിസ്റ്റർ ഫിറ്റ്സ് വില്യം ഡാസി. ബിംഗ്ലിയുടെ ഉറ്റ ചങ്ങാതിയാണ് ഡാസി. സത്യസന്ധനായ എന്നാൽ അഹങ്കാരിയായ ഒരു കഥാപാത്രം. നോവലിലെ നായകനാണ് ഡാസി. മിസ്റ്റർ കോളിൻസ്. ബെന്നറ്റിൻ്റെ സഹോദരപുത്രനാണ് കോളിൻസ്, ഒരു ശല്യക്കാരൻ. ബെന്നറ്റിൻ്റെ മരണശേഷം ലോൺബോങ് എസ്റ്റേറ്റിൻ്റെ ഏക അവകാശിയാണ് കോളിൻസ്. മിസ്റ്റർ ജോർജ് വിഖാം. സുന്ദരനായ ഒരു പട്ടാളക്കാരൻ. ലേഡി കാതറിൻ ഡി ബോ. റോസിങ്സ് എസ്റ്റേറ്റിൽ താമസിക്കുന്ന ധനികയായ സ്ത്രീ. കാതറിൻ ഡാഴ്സിയുടെ ആൻറ്റിയാണ്. കാതറിൻ്റെ മകളാണ് മിസ് ആൻ ഡി ബോ. മിസ്സസ് ബെന്നറ്റിൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് മിസ്റ്റർ ഗാർഡിനർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സസ് ഗാർഡിനർ. ഷാർലറ്റ് ലൂക്കസ്. എലിസബത്ത് ബെന്നറ്റിൻ്റെ ഉറ്റ സുഹൃത്ത്. നമുക്കിനി നോവൽ ഒന്ന് മനസ്സിലാക്കാം. ബെന്നറ്റ് കുടുംബത്തിൻ്റെ ലോങ് ബോങ് എസ്റ്റേറ്റിന് സമീപമായി ഒരു ധനികൻ താമസത്തിനെത്തുന്നു. പുതുതായി വന്ന ധനികനായ അവിവാഹിതനായ മിസ്റ്റർ ബിംഗ്ലിയെ ചെന്ന് കാണാനും പരിചയപ്പെടാനും പറഞ്ഞുകൊണ്ട് മിസ്സസ് ബെന്നറ്റ് ഭർത്താവിനെ ശല്യപ്പെടുത്തുന്നു. ഇതിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത്. തൻ്റെ പെൺമക്കളിൽ ഒരാളെ കൊണ്ട് ബിംഗ്ലിയെ വിവാഹം കഴിപ്പിക്കാനാണ് മിസ്സസ് ബെന്നറ്റിൻ്റെ ആഗ്രഹം. അതിനാണ് ബിംഗ്ലിയെ കാണാൻ വേണ്ടി ഭർത്താവിനെ അവർ നിർബന്ധിക്കുന്നത്. ഇതിലൂടെ വിവാഹം നോവലിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒടുവിൽ ബെന്നറ്റ് ബിംഗ്ലിയെ കാണുകയും ആ പ്രദേശത്ത് നടക്കുന്ന പാർട്ടിയിലേക്ക് അയാളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത് മിസ്സസ് ബെന്നറ്റിനെ സന്തോഷിപ്പിക്കുന്നു. ബെന്നറ്റ് കുടുംബം പാർട്ടിയിൽ പങ്കെടുക്കുന്നതായി നോവലിൽ കാണാം. അപ്പോൾ അവിടെ വെച്ച് അവർ ബിംഗ്ലിയെയും അയാളുടെ സഹോദരിമാരെയും ഉറ്റ സുഹൃത്തായ മിസ്റ്റർ ഡാഴ്സിയെയും കാണുന്നു. നോവലിൽ ബ്രൂഡിംഗ് എന്ന രീതിയിലാണ് ഡാഴ്സിയെ വിശേഷിപ്പിക്കുന്നത്. അതായത് എപ്പോഴും ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതം. തനിക്ക് പരിചയമില്ലാത്ത ആരുമായും ഡാഴ്സി സംസാരിക്കുന്നില്ല. എന്നാൽ ബിംഗ്ലിക്ക് ജെയിൻ ബെന്നറ്റിനോട് ഒരു താല്പര്യം തോന്നുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഭൂരിഭാഗവും അയാൾ അവളോടൊപ്പം സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. എലിസബത്ത് ബെന്നറ്റിന് തൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തക്ക സൗന്ദര്യമില്ലെന്ന് ഡാഴ്സി പറയുന്നു. ഇത് എലിസബത്ത് കേട്ടു. അവിടെ വെച്ച് അവൾ അപമാനിതയായെങ്കിലും പ്രശ്നം വഷളാക്കാതിരിക്കാൻ വേണ്ടി അതിനെ തമാശ രൂപേണ എടുത്തു. ഇനി ഒരിക്കലും താൻ ഡാഴ്സിയുമായി ഇടപഴകില്ലെന്ന് അവൾ പ്രതിജ്ഞയെടുക്കുന്നു. എലിസബത്തിൻ്റെയും ഡാഴ്സിയുടെയും വ്യക്തിത്വങ്ങൾക്ക് തമ്മിൽ വളരെ വലിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അവർ ഒരിക്കലും ഒന്നിക്കുകയില്ലെന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കുന്നു. ബിംഗ്ലിയുടെ സഹോദരിമാർ ജെയിനിനെ നെതർഫീൽഡിലേക്ക് ക്ഷണിച്ചു. ബിംഗ്ലിയും കുടുംബവും താമസിക്കുന്ന സ്ഥലമാണ് നെതർഫീൽഡ്. അവിടെ വെച്ച് മഴയിൽ അകപ്പെട്ട് പനി പിടിച്ച ജെയിനിന് അവിടെ താമസിക്കേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ ജെയിൻ അവിടെ താമസിച്ചു. ജെയിനിനെ കാണാൻ എലിസബത്ത് നെതർഫീൽഡിലേക്ക് പോയി. മഴയെ തുടർന്ന് വഴിയോരത്തെ ചെളി എലിസബത്തിൻ്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. ചെളി പിടിച്ച എലിസബത്തിൻ്റെ വസ്ത്രം കണ്ട് കാരോലിൻ ബിംഗ്ലി അവളെ കളിയാക്കുകയും തൻ്റെ ഇഷ്ടക്കേട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം മിസ്റ്റർ ഡാഴ്സിക്ക് എലിസബത്ത് ഒരു സുന്ദരിയാണെന്ന് തോന്നുന്നു. അയാൾക്ക് അവളോട് ഒരു താല്പര്യം തോന്നുന്നു. ബിംഗ്ലിയുടെ സഹോദരിമാരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു സാധാരണ സ്ത്രീയുടെ സ്വഭാവത്തിന് എലിസബത്ത് ഒട്ടും യോജിക്കുന്നില്ല. നോവലിൽ അത് നമുക്ക് മനസ്സിലാക്കാം. ബിംഗ്ലിയുടെ സഹോദരികളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതിനാൽ അവളിൽ ഒരു യഥാർത്ഥ താല്പര്യം ഡാഴ്സിയിൽ ഉണ്ടാവുന്നു.
മറ്റൊരു ദിവസം മിസ്റ്റർ കോളിൻസ് ബെന്നറ്റിൻ്റെ വീട്ടിൽ എത്തുന്നു. താൻ ബെന്നറ്റിൻ്റെ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ള അഹങ്കാരവും അഭിമാനവും അയാൾക്കുണ്ട്. ബെന്നറ്റിൻ്റെ മരണശേഷം എസ്റ്റേറ്റ് കോളിൻസിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പെൺമക്കളിൽ ഒരാളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ മിസസ് ബെന്നറ്റ് ആഗ്രഹിക്കുന്നു. എലിസബത്തിൻ്റെ പേരാണ് മിസസ് ബെന്നറ്റ് നിർദ്ദേശിച്ചത്. മിസ്റ്റർ കോളിൻസ് അത് സമ്മതിച്ചു. തുടർന്ന് മിസ്റ്റർ കോളിൻസ് എലിസബത്തിനോട് തൻ്റെ വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ എലിസബത്ത് അതിനെ എതിർത്തു. എലിസബത്തിൻ്റെ പ്രവൃത്തി മിസസ് ബെന്നറ്റിനെ ദേഷ്യപ്പെടുത്തി. അപമാനിതനായ കോളിൻസ് അവിടെ നിന്നും പോയി. ഈ സമയം നഗരത്തിൽ ചില പട്ടാളക്കാർ വരുന്നു. അവരിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് വിഖാം. എലിസബത്ത് വിഖാമിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവിടെ വന്ന പട്ടാള ഉദ്യോഗസ്ഥരെ ബെന്നറ്റ് സഹോദരിമാർ പരിചയപ്പെട്ടു. ഡാഴ്സിയെക്കുറിച്ചുള്ള സംസാരം ഇടയ്ക്ക് ഉണ്ടായപ്പോൾ അയാളോടുള്ള തൻ്റെ ഇഷ്ടക്കേട് എലിസബത്ത് പറഞ്ഞു. അപ്പോൾ ഒരു പുരോഹിതനാവുന്നതിൽ നിന്ന് ഡാഴ്സി തന്നെ തടഞ്ഞുവെന്ന് വിഖാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡാഴ്സിയോടുള്ള എലിസബത്തിൻ്റെ ദേഷ്യം വർദ്ധിച്ചു. ബെന്നറ്റ് കുടുംബാംഗങ്ങളെല്ലാവരും മറ്റൊരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് തൻ്റെ കൂടെ നൃത്തം ചെയ്യാൻ ഡാഴ്സി എലിസബത്തിനെ ക്ഷണിച്ചു. ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾ നൃത്തം ചെയ്തു. ജെയിൻ ബിംഗ്ലിയെ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഉച്ചത്തിലുള്ള ഒരു സംസാരം മിസസ് ബെന്നറ്റ് പാർട്ടിക്കിടയിൽ കേൾക്കുന്നു. കൂടാതെ ഇളയ ബെന്നറ്റ് സഹോദരിമാരുടെ പെരുമാറ്റം കുടുംബത്തെ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്തി. അവരുടേത് സ്ത്രീകൾക്ക് ചേരാത്ത രീതിയിലുള്ള പെരുമാറ്റമായി കണക്കാക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള അവരുടെ സ്വഭാവം കാരണമാണ് ഡാഴ്സി എലിസബത്തിനെ തിരഞ്ഞെടുക്കാത്തതെന്ന് ഈ സന്ദർഭം തെളിയിക്കുന്നു. തുടർന്ന് ഡാഴ്സി എലിസബത്തിനോട് തൻ്റെ വിവാഹാഭ്യർത്ഥന നടത്തുന്നു. പക്ഷേ അവൾ ആ അഭ്യർത്ഥന സ്വീകരിച്ചില്ല. ഡാഴ്സി അപമാനിതനാകുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് മിസ്റ്റർ കോളിൻസ് എലിസബത്തിൻ്റെ ഉറ്റ സുഹൃത്തായ മിസ് ഷാർലറ്റ് ലൂക്കാസിനോട് വിവാഹാലോചന നടത്തുന്നു. ഷാർലറ്റിന് 27 വയസ്സായി. വിവാഹം കഴിക്കാൻ സമൂഹത്തിൻ്റെ സമ്മർദ്ദം അവൾ അനുഭവിക്കുന്നു. അവൾക്ക് പ്രായമേറിയെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രായമേറിയതുകൊണ്ട് തന്നെ തനിക്കിനി മറ്റൊരു വിവാഹ ആലോചന വരികയില്ലെന്ന് ഷാർലറ്റ് ഉറപ്പിച്ചു. തൻ്റെ കുടുംബത്തിന് താൻ ഒരു ഭാരമായേക്കും എന്ന് തോന്നിയ ഷാർലറ്റ് താല്പര്യമില്ലെങ്കിലും കോളിൻസിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അയാളെ കല്യാണം കഴിക്കുന്നത് വഴി തനിക്ക് താമസിക്കാൻ ഒരു വീടും സംരക്ഷണവും ലഭിക്കും. ഇത്തരത്തിലുള്ള ചിന്തകൾ കാരണം ഷാർലറ്റ് കോളിൻസിനെ വിവാഹം കഴിച്ചു. പ്രണയത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കേണ്ടത്. ഇങ്ങനെ വിശ്വസിക്കുന്ന എലിസബത്തിന് ഷാർലറ്റിൻ്റെ അവസ്ഥ മനസ്സിലാകാതെ പോകുന്നു. ഇതിനിടെ ബിസിനസ് ആവശ്യത്തിനായി ബിംഗ്ലി ലണ്ടനിലേക്ക് പോയി. എന്നാൽ അവൻ ഇനി തിരിച്ചു വരില്ല എന്നും ഡാഴ്സിയുടെ സഹോദരിയായ ജോർജീനിയയുമായി അവൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഒരു കത്തിലൂടെ ബിംഗ്ലിയുടെ സഹോദരിയായ കാരോലിൻ ജെയിനിനെ അറിയിച്ചു. ഈ വാർത്ത ജെയിനിനെ സങ്കടത്തിലാഴ്ത്തി. പുതുതായി വിവാഹം കഴിഞ്ഞ കോളിൻസിനെയും ഷാർലറ്റിനെയും അവരുടെ പുതിയ വീട്ടിൽ ചെന്ന് കാണുകയാണ് എലിസബത്ത്. അവിടെ വെച്ച് ധനികയായ ലേഡി കാതറിൻ ഡി ബോവിനെ എലിസബത്ത് കാണുന്നു. കാതറിൻ ഡാഴ്സിയുടെ ആൻറ്റിയാണ്. അനുയോജ്യമല്ലാത്ത ഒരു വിവാഹത്തിൽ നിന്ന് ബിംഗ്ലിയെ ഡാഴ്സി രക്ഷിച്ചുവെന്ന് കാതറിൻ പറഞ്ഞു. ഇവിടെ ജെയിൻ ബിംഗ്ലി തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ട് എലിസബത്തിന് ഡാഴ്സിയോട് കടുത്ത ദേഷ്യം തോന്നി. ഇതേസമയം തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ഡാഴ്സിയുടെ പ്രവൃത്തിയിൽ എലിസബത്ത് ആശ്ചര്യപ്പെട്ടു. എലിസബത്തിനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഡാഴ്സിയുടെ അഭ്യർത്ഥന. അവർക്ക് തമ്മിൽ വ്യത്യസ്ത സാമൂഹിക നിലപാടാണെങ്കിൽ പോലും എലിസബത്തിനെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഡാഴ്സി തൻ്റെ സഹോദരി ജെയിനും ബിംഗ്ലിയും തമ്മിലുള്ള പ്രണയത്തിൽ ഇടപെട്ടതിനെ ചൂണ്ടിക്കാട്ടി എലിസബത്ത് അയാളുടെ അഭ്യർത്ഥനയെ നിരസിച്ചു. ഡാഴ്സി വിഖാമിൻ്റെ ജീവിതം നശിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൾ അവനെ കുറ്റപ്പെടുത്തി. ഡാഴ്സിയുടെ ഭാഗം കേൾക്കാനോ അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനോ എലിസബത്ത് ശ്രമിക്കുന്നില്ല. കാരണം അവനെക്കുറിച്ച് അവൾക്ക് ചില മുൻവിധികളുണ്ട്. അത് തെറ്റാണെന്ന് സമ്മതിക്കാൻ അവളുടെ അഹങ്കാരം അവളെ സമ്മതിക്കുന്നില്ല. വിഖാമിൻ്റെ കള്ളത്തരത്തെ തുറന്നു കാട്ടിക്കൊണ്ട് ഡാഴ്സി എലിസബത്തിന് ഒരു കത്തെഴുതുന്നു. ഡാഴ്സിയുടെ സഹോദരി ജോർജീനിയുടെ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി അവളെ വിഖാം വശീകരിച്ചതായി ഡാഴ്സി വ്യക്തമാക്കി. ജെയിനിന് ബിംഗ്ലിയോട് ശരിക്കും താല്പര്യമുണ്ടായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നു.
അവളുടേത് കപട സ്നേഹമാണെന്ന് കരുതി. അവളുടെ സ്നേഹം സത്യമല്ലെങ്കിൽ അത് ബിംഗ്ലിയെ വേദനിപ്പിക്കും. അത്തരത്തിലുള്ള വേദനയിൽ നിന്ന് ബിംഗ്ലിയെ സംരക്ഷിക്കാനായിരുന്നു താൻ ശ്രമിച്ചതെന്ന് ഡാഴ്സി കത്തിൽ വിശദീകരിച്ചു. കത്ത് വായിച്ചതിനെ തുടർന്ന് ഡാഴ്സിയോടുള്ള പെരുമാറ്റത്തിൽ എലിസബത്തിന് കുറ്റബോധം തോന്നി. എലിസബത്തിൻ്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടി എലിസബത്തിൻ്റെ ബന്ധുക്കളായ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗാർഡനർ അവളെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് ഡാഴ്സിയുടെ എസ്റ്റേറ്റായ പെംബേർലി അവൾ സന്ദർശിച്ചു. എസ്റ്റേറ്റിലുള്ള ഡാഴ്സിയുടെ വേലക്കാരിൽ നിന്ന് അയാൾ നല്ല ഒരു വ്യക്തിയാണെന്ന് എലിസബത്ത് മനസ്സിലാക്കുന്നു. അവൾ അവൻ്റെ ഭാര്യയായി ജീവിക്കുന്നത് കുറച്ചുനേരം സ്വപ്നം കണ്ടു നിന്നു. പെട്ടെന്ന് ഡാഴ്സി അവിടെ വന്ന് എലിസബത്തിനെ തൻ്റെ സഹോദരി ജോർജീനിയയ്ക്ക് പരിചയപ്പെടുത്തി. ജോർജീനയോടൊപ്പവും ഡാഴ്സിയോടൊപ്പവും ഒരു ദിവസം എലിസബത്ത് ചെലവഴിച്ചു. യാത്രക്കിടയിൽ ലിഡിയ വിഖാമിനോടൊപ്പം ഒളിച്ചോടി എന്ന വാർത്ത എലിസബത്ത് അറിയുന്നു. ഇതേ ചൊല്ലി കുടുംബത്തിനുണ്ടാകുന്ന ചീത്തപ്പേരിനെ ഭയന്ന് അവർ നാടെങ്ങും ലിഡിയയെ അന്വേഷിച്ചു. ഒടുവിൽ ഗാർഡിനേഴ്സ് ലിഡിയയെ കണ്ടുപിടിച്ചു. താൻ ലിഡിയയെ വിവാഹം കഴിക്കണമെങ്കിൽ തൻ്റെ കടങ്ങൾ തീർത്തു തരണമെന്ന് വിഖാം ആവശ്യപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വളരെ സന്തോഷവതികളായ പുതുമോടികളെപ്പോലെ അവർ ലോങ്ബോങ് എസ്റ്റേറ്റിലേക്ക് വന്നു. വിഖാം ആവശ്യപ്പെട്ട പണം ഗാർഡിനർ കൊടുത്തു കാണുമെന്ന് ബെന്നറ്റ് കുടുംബം കരുതി. തൻ്റെ ഒരു മകളുടെയെങ്കിലും വിവാഹം കഴിഞ്ഞല്ലോ എന്നോർത്ത് മിസസ് ബെന്നറ്റ് സന്തോഷിച്ചു. ലിഡിയ തൻ്റെ കുടുംബത്തിൻ്റെ പ്രശസ്തി നശിപ്പിച്ചു. അതിനാൽ ഇനി തന്നെ കാണാൻ ഡാഴ്സി തയ്യാറാവില്ലെന്ന് എലിസബത്ത് കരുതി. ഒരു സ്ത്രീയുടെ മാനം, പ്രശസ്തി എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സന്ദർഭം കാണിച്ചു തരുന്നു. സ്ത്രീയുടെ മാനത്തിനും പ്രശസ്തിക്കും മറ്റുള്ളവരുടെ വിവാഹ സാധ്യതകളെ നശിപ്പിക്കാനും സാധിക്കും. വിഖാമിനുള്ള പണം ഗാർഡിനർ നൽകി എന്നായിരുന്നു ബെന്നറ്റ് കുടുംബം വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഗാർഡിനറല്ല, ഡാഴ്സിയാണ് ആ പണം നൽകിയതെന്ന് അധികം വൈകാതെ എലിസബത്ത് മനസ്സിലാക്കി. എലിസബത്തിനോടുള്ള സ്നേഹം കാരണമാണ് ഡാഴ്സി അങ്ങനെ ചെയ്തത്. കുടുംബത്തെ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ലിഡിയയുടെ വിവാഹത്തിന് പണം നൽകിയപ്പോഴാണ് ഡാഴ്സിയുടെ ശരിയായ സ്വഭാവം എലിസബത്ത് മനസ്സിലാക്കിയത്. ഡാഴ്സിയെക്കുറിച്ചുള്ള തൻ്റെ മുൻവിധി തെറ്റാണെന്ന് അവൾ സമ്മതിക്കുന്നു. തുടർന്ന് അവനിലേക്ക് അവൾ കൂടുതൽ ആകൃഷ്ടയായി. തിരിച്ച് ലോങ്ബോണിലേക്ക് എത്തിയ ബിംഗ്ലി ജേനിനോട് തൻ്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ഇതിനുശേഷം ബെന്നറ്റ് കുടുംബത്തിൽ എത്തിയ കാതറിൻ എലിസബത്ത് ഡാഴ്സിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന രീതിയിലുള്ള വാർത്തകൾ താൻ കേട്ടുവെന്ന് പറയുന്നു. വളരെ ഉയർന്ന നിലവാരമുള്ള വ്യക്തിയാണ് ഡാഴ്സി. തൻ്റെ നിലവാരത്തിന് താഴെയുള്ള ഒരു വ്യക്തിയിൽ ഡാഴ്സി ആകൃഷ്ടനാകുമെന്ന് കാതറിൻ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ആ തീരുമാനത്തിൽ കാതറിൻ തൻ്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു. ഡാഴ്സി എലിസബത്തിനോട് വീണ്ടും വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ ഇപ്രാവശ്യം അവൾ ആ അഭ്യർത്ഥന സ്വീകരിച്ചു. ഡാഴ്സിയെക്കുറിച്ചുള്ള മുൻവിധി തന്നെ അന്ധയാക്കിയെന്ന് എലിസബത്ത് അവനോട് പറഞ്ഞു. അപ്പോൾ അഹങ്കാരം കാരണമാണ് താൻ എലിസബത്തിനോട് മോശമായി പെരുമാറിയതെന്ന് ഡാഴ്സി സമ്മതിച്ചു. പ്രണയത്തിന് വേണ്ടിയാണ് താൻ വിവാഹം കഴിക്കുന്നത്, അല്ലാതെ പണത്തിനു വേണ്ടിയല്ല, എലിസബത്ത് അച്ഛനെ ബോധ്യപ്പെടുത്തി. തുടർന്ന് അവരെ രണ്ടുപേരെയും മിസ്റ്റർ ബെന്നറ്റ് അനുഗ്രഹിച്ചു. അങ്ങനെ ഇരുവരും വിവാഹിതരായി. മക്കളുടെ സന്തോഷത്തിൽ ബെന്നറ്റ് കുടുംബവും പങ്കുചേർന്നു. പ്രജുഡിസ്, മുൻവിധി, നോവലിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡാഴ്സിയെയും എലിസബത്തിനെയും ഒന്നു ചേർത്തത് ഈ മുൻവിധിയാണ്. കാരണം അവർ രണ്ടുപേർക്കും മുൻവിധികളുണ്ടായിരുന്നു. എലിസബത്തിനെക്കുറിച്ച് തെറ്റായ മുൻവിധി ഡാഴ്സിക്കും ഡാഴ്സിയെക്കുറിച്ച് തെറ്റായ മുൻവിധി എലിസബത്തിനുമുണ്ടായിരുന്നു. ആ മുൻവിധികൾ മാറിയപ്പോഴാണ് അവർ ഒന്നു ചേർന്നത്. പ്രശസ്തി. 18-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീയുടെ പ്രശസ്തി. സമൂഹം മുന്നോട്ട് വെച്ച ചില പ്രത്യേക രീതികളിലാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവൾക്ക് അവളുടെ പ്രശസ്തി നഷ്ടമാകുന്നു. സ്ത്രീകൾ പാലിക്കണമെന്ന് സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങളിൽ നിന്നും നിബന്ധനകളിൽ നിന്നും ബെന്നറ്റ് സഹോദരിമാർ മറികടക്കുന്നത് നോവലിൽ കാണാം. വിഖാമിനോടൊപ്പം ഒളിച്ചോടുന്ന ലിഡിയ ഇതിനു ചേർന്ന ഉദാഹരണമാണ്. പ്രൈഡ്, അഹങ്കാരം. നോവലിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങൾക്കും, പ്രത്യേകിച്ച് നായികയ്ക്കും നായകനും അഹങ്കാരമുണ്ട്. പ്രണയവും കുടുംബവുമാണ് പ്രധാനം. അഹങ്കാരവും മുൻവിധിയും അപകടകാരികളാണ്.
മുൻപേ പറഞ്ഞ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.